സന്ധ്യയായി. നമ്മളപ്പോൾ ചെങ്കലിലെ അടുത്തൊരു വളരെ മനോഹരമായൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കിയാൽ ഒരു വലിയ പുഴ ഒഴുകി പോവുകയാണോ എന്ന് തോന്നും. അല്ല, ഇതൊരു കുളമാണ് ശരിക്കും. ഈ സ്ഥലത്തിന് ഇവിടെ അറിയപ്പെടുന്നത് വലിയ കുളം എന്ന് തന്നെയാണ്. ചില സ്ഥലത്ത് ഇങ്ങനെയുള്ള ഇത്രയും വലിയ കുളത്തിന് ചിറ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. എന്തായാലും ചെങ്കലിലെ വളരെ മനോഹരമായൊരു സ്ഥലമാണിത് വലിയ കുളം. നമുക്കിനി നമ്മുടെ ഗ്രൗണ്ടിലൂടെ അടുത്താണ്, പോകുന്ന വഴിയാണ് ഇത് വലിയ കുളം. അപ്പോൾ നേരെ നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുന്നു, നമ്മുടെ ഗെയിമുകൾ തുടങ്ങുന്നു, സൂപ്പർ ബമ്പർ ഉഷാറാക്കുന്നു. വണക്കം, സി കേരളം സൂപ്പർ ബമ്പർ ഇങ്ങ് കേരളത്തിന്റെ തെക്കേ അറ്റത്തേക്ക് വന്നിരിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ചെങ്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് തോന്നുന്നത്. ചെങ്കൽ എന്നുള്ള പേര് ഒരുപാട്, തിരുവനന്തപുരം ചെങ്കൽ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് നിൽക്കുന്നത്. ചെങ്കൽ ജംഗ്ഷനാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ സൂപ്പർ ബമ്പർ വരുന്നത് പ്രമാണിച്ച് അടിപൊളി ലൈറ്റ് ആൻഡ് അറേഞ്ച്മെൻ്റ് ആണ് എന്ന് നിരത്തിയിരിക്കേണ്ട. ഇവിടെ തൊട്ടടുത്ത് ചെങ്കൽ ശ്രീ പാർവതി ശിവപാർവതി ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് 3 കിലോമീറ്ററാണ് ഇവർ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് രസകരമായ കാഴ്ചകൾ കാണാറുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ ഉത്സവ കാഴ്ചകളൊന്ന് കാണട്ടെ. എൻ്റെ കൂടെ പോരാണെങ്കിൽ നിങ്ങൾക്കും കാണാതെ പോരെ. നമ്മൾ പൂരക്കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചത് നന്നായി. ഒരു അടിപൊളി കടയുടെ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത്. നമ്മൾ ലഡ്ഡു ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ബൂന്തി ഇവിടെ ലൈവ് മറ്റേ ചൂളയിൽ ഉണ്ടാക്കി ചുട്ടെടുത്ത് ഉണ്ടാക്കുന്ന രംഗം ഞാൻ കണ്ടുകൊണ്ട് അങ്ങോട്ട് കയറിയത്. ഇത് കിടുന്ന ടേസ്റ്റാണ്. സത്യം ഞാൻ ലഡ്ഡു തിന്നതിനേക്കാളും ടേസ്റ്റാണ് ബൂന്തി കഴിക്കാനല്ല. എനിക്കൊരു 2 കഷ്ണം ബൂന്തി തന്നു, ചെറുത്. കുറച്ച് മതി. താങ്ക് യു. അടിപൊളി. പൊതിപ്പിച്ചിട്ട് തിന്നട്ടെ. അടിപൊളി. ഇതെന്താ സംഭവം? തേൻകുഴൽ. മധുരം തന്നെയാണ്. അത് ശരി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം. നമ്മുടെ മുറുക്കിൻ്റെ ഭയങ്കര വലിയ മുറുക്ക് പോലെ ഇരിക്കും. തേൻകുഴൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ ഭാഗത്ത് ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഈ 2 സംഭവങ്ങൾ ഇങ്ങനെ ഉത്സവത്തിന് ഇത് ലൈവ് ഉണ്ടാക്കി വിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. സാധാരണ മിക്ക ഉത്സവ പറമ്പിൽ ഇത് പാക്കറ്റ് ചെയ്ത് പല സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് കച്ചവടം നടക്കട്ടെ. കാണാൻ നോക്ക്. പേരെങ്ങനെയായിരുന്നു? വിജയൻ ചേട്ടൻ. ഓക്കെ വിജയൻ ചേട്ടാ. എന്നെ കൊതിപ്പിച്ചത് എന്തായാലും ഈ ഐറ്റംസ് ഒക്കെ ഇരുന്നാലും ബൂന്തി തന്നെ. പൊതുവെ ഒരു ലഡ്ഡു പ്രിയനാണ്. കൂട്ടത്തിൽ അതിൻ്റെ ബൂന്തി കിട്ടി ഞാൻ വിടാറില്ല. അതിങ്ങനെ ലൈവ് ഉണ്ടാക്കി കണ്ടപ്പോൾ ആരായാലും കഴിച്ചു. പൊളിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലാണ്. ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലാണ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ പിറകിലായിട്ട് കാണാം, അത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം നിർമ്മാണത്തിലാണ്. 111 അടിയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. 111 അടി ഉയരത്തിൽ ആ ശിവലിംഗം ഇങ്ങനെ നിർമ്മിക്കുക മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മുറികളായിട്ട് സെറ്റ് ചെയ്തിട്ട് 108 ശിവലിംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇതിപ്പോൾ ഓപ്പണിംഗ് ആയിട്ടില്ല, ഭാവിയിൽ ഓപ്പണിംഗ് ആകുമ്പോൾ നമ്മൾ സ്തൂപത്തിലൊക്കെ അകം കയറി കാണുന്ന പോലെ കയറി 108 ശിവലിംഗങ്ങളും കാണാനും, അത് കയറി ഏറ്റവും മുകളിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിലായിട്ടുള്ളത് ശിവനും പാർവതിയുടെയും പ്രതിഷ്ഠയാണ്, രൂപമാണ് വെച്ചിരിക്കുന്നത്. അതായത് എക്സാക്ട്ലി അവർ കൈലാസം മഞ്ഞൊക്കെ വെച്ചിട്ട് കൈലാസമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു വലിയ കാഴ്ചയായിരിക്കും ഭാവിയിൽ. എന്തായാലും ഇവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ്. എന്തായാലും ശിവരാത്രിയാണല്ലോ. അപ്പോൾ ശിവരാത്രിയുടെ ഉത്സവം ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തിമയമായിട്ട് എനിക്ക് വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ്. കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ ഒരു ഏരിയയാണ്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം എന്തായാലും.
നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ തുടങ്ങുന്നു. എവിടെ? ഇങ്ങ് തിരുവനന്തപുരത്ത് ചെങ്കലിൽ. ചെങ്കലിലെ ചങ്കുകളെ നമ്മൾ തുടങ്ങുകയാണ്. 1000 രൂപ മുതൽ 25,000 രൂപ വരെ എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങളിൽ ആർക്കൊക്കെയോ കിട്ടും. അപ്പോൾ വിചാരിക്കും മത്സരിക്കുന്നവർക്ക് മാത്രമേ സമ്മാനമുള്ളൂ. നല്ല കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും സമ്മാനം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ അതിന് വേറെ ഗെയിമുണ്ട്, ഇവിടുത്തെ മെയിൻ ഗെയിം കൂടെ ഉണ്ട്. അപ്പോൾ റെഡിയല്ലേ? കട്ടയ്ക്ക് കൂടെ നിന്ന കൈ നിറയെ സമ്മാനവുമായിട്ട് എല്ലാവർക്കും വീട്ടിൽ പോവാം. സി കേരളം സൂപ്പർ ബമ്പർ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു അടിപൊളി നാടൻപാട്ടോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാവും. ഈ കൂട്ടത്തിൽ ആരും ഒരു അടിപൊളി നാടൻപാട്ട് ആദ്യം തന്നെ പാടിത്തരണേ. ആണോ? കൈവക്കേ ദാ വന്നു. ഒരു നല്ല കൈഡി കൊടുത്തേ. അപ്പോ നമുക്ക് വേണ്ടി പാടാൻ പോകുന്ന ഈ കൂട്ടുകാരന്റെ പേരെങ്ങനെയാ? എന്റെ പേര് വിനീഷ്. വിനീഷ്. എന്തൊരു വിനയത്തോടു കൂടിയാണ് ആ പേര് പറഞ്ഞത്. കുറച്ചുകൂടി ഉഷാറായിട്ട് പറഞ്ഞേ. വിനീഷ്. അതാണ് ഒരു കൈഡി കൊടുത്തേ. വിനീഷ് എന്താ ചെയ്യുന്നത്? ഞാൻ പെയിന്റിംഗ് ആണ്. പെയിന്ററാണ്. അത് ശരി. വീടുകളാണോ അതല്ലാണ്ടുള്ള വരകളാണോ? വീട്ടിൽ. വീടിനാണ്. ഈ നാട്ടിലെ വീടുകളെല്ലാം കളറടിച്ച് അടിപൊളിയാക്കുന്നത് വിനീഷാന്നോ? അത് ശരി. ഏത് കളറടിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നമുക്ക് ചോപ്പ്. ചോപ്പ്. അത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. മൊത്തത്തിൽ നമ്മൾ ചുമന്നുണ്ടെന്ന്. എന്തായാലും ചോപ്പിനോട് വല്ലാത്ത താല്പര്യം ആണല്ലേ? അതെന്താണ് അതിന് കാരണം? കാരണം എന്ന് പറയുന്നത് പ്രണയം. ഹൃദയത്തിന്റെ നിറമായതുകൊണ്ടാണോ? അതാണ്, ഹൃദയത്തിന്റെ നിറമായതുകൊണ്ടാണത്. ഒരു നല്ല കേടി. അന്നാ ഒട്ടും വഹിക്കേണ്ട വിനീഷെ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു പാട്ട് അങ്ങോട്ട് പെടച്ചേ. കേക്കട്ടെ ഞങ്ങള്. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഇല്ലം കണ്ടു കൊല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അവൾ അമ്പലപ്പുഴ വേലയും കണ്ടേ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, അവൾ മുത്തു വെക്കണ പെണ്ണിനെ കണ്ടേ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, അവൾ മുത്തു വെക്കണ പെണ്ണിനെ കണ്ടേ. ഏയ് കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേക്കണോ? ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ഇത് സ്വന്തം രചനയെങ്ങാനാന്നോ? അല്ല, ഇത് വേറെ ഉണ്ട്. സ്വന്തമായിട്ടൊരു പാട്ട് വേറെ രചന ഉണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ആള് റെഡിയാണ്. അടുത്ത പാട്ട് ഉടനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴല്ല, നമ്മൾ ഗെയിമൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോ. ഓക്കെ, വിനീഷ് തൽക്കാലം നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോ നമ്മൾ തുടക്കം ഉഷാറാക്കി. ഇന്ന് എന്തായാലും ചെങ്കല് ഉത്സവമാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു, അമ്പലം കണ്ടു. അമ്പലത്തിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ട് അറിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഉത്സവം നടക്കുമ്പോൾ സാധാരണ ഉത്സവത്തിന് എല്ലായിടത്തും ഗാനമേളയും പരിപാടിയൊക്കെയാണ്. ഇത്തവണ സ്പെഷ്യലായിട്ട് ഞങ്ങൾ സി കേരള സൂപ്പർ ബമ്പറും കൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അത് വെറുതെ അല്ല, നമ്മുടെ കയ്യിൽ 25,000 രൂപ വരെ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഉത്സവം നമ്മൾ കൊഴുപ്പിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും, ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ മനസ്സിലാവും. എന്തായാലും നമ്മുടെ കലാപരിപാടികളിലേക്ക് കടക്കണം. ഇവിടെ കുറച്ച് പേരെ നമ്മൾ തെരഞ്ഞെടുത്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ആരാണ് ഇവിടെ വന്ന് മത്സരിക്കാൻ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലോട്ട് എടുക്കാനായിട്ട് സാധാരണ നമ്മൾ പാട്ടുപാടി ലോട്ട് എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടി. ഇത്തവണ പൂരപ്പറമ്പും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാനൊരു സ്പെഷ്യൽ പരിപാടി ചെയ്തു നോക്കുകയാണ്. വിജയിക്കുമെന്ന് അറിയില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിലേ കല്യാണം കഴിഞ്ഞ ചേട്ടന്മാർ കുറെ പേരുണ്ടാവും തോന്നുന്നു. ഒന്ന് കൈവക്കേ, പെട്ടെന്ന് ഒന്ന് കൈവക്കേ. നാണാണോ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ? ഇവിടെ കുറെ പേരെ കണ്ടാൽ എനിക്കറിയാം കല്യാണം കഴിഞ്ഞവരാണ്, പക്ഷെ കൈ പൊക്കുന്നില്ല. ഓക്കെ, ഈ കല്യാണം കഴിഞ്ഞ ചേട്ടന്മാരുടെ കയ്യിൽ പേഴ്സ് ഉണ്ടോ? പേഴ്സ് വീട്ടിൽ വെച്ചിട്ടാണോ വന്നേ? അടുത്ത ചോദ്യം വരണുള്ളൂ. പേഴ്സ് ഉണ്ടോ? ഉണ്ട്. ആ പേഴ്സില് സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഉണ്ടോ? ഉണ്ടോ? ആ ഉണ്ടെന്ന് പറഞ്ഞ ആളെ വിട്ടേ. ദൈവമേ കാത്തേ, രക്ഷപ്പെട്ടു. ആദ്യത്തെ തന്നെ പരിപാടി പൊളിയോന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. സ്വന്തം ഭാര്യയുടെ ഒക്കെ ഫോട്ടോ ആരെങ്കിലും പേഴ്സിൽ വെച്ചുകൊണ്ട് നടക്കൂ? എന്തായാലും ഒരാളെ നമുക്ക് കിട്ടി. ഒരാളെ. കുറെ പേര് കൈ പൊക്കാണ്ട് ഇവിടെ നിന്നു, അതൊക്കെ ഞാൻ കണ്ടു. എന്താണ് ചേട്ടന്റെ പേര്? രഞ്ജു. രഞ്ജു. BP ഉള്ള ആളാണോ? ഇല്ല. ഭാര്യയെ പേടി? അങ്ങനെയൊന്നുമില്ല. അല്ല, അതുകൊണ്ടാണോ ഫോട്ടോ വെച്ചതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇല്ല. ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടോ?
എത്തിയിട്ടില്ല. ഇവിടെ എത്തിയിട്ടില്ല, പകരം ഫോട്ടോ കൊണ്ടുവന്നുണ്ട്. ഫോട്ടോ ആ ഫോട്ടോ ഒന്ന് കാണിച്ച് ഞാനൊന്ന് നോക്കട്ടെ. പേഴ്സിൽ നിന്ന് ഫോട്ടോ എടുത്തേ. രണ്ട് ഫോട്ടോ ഒക്കെ, ഒന്നല്ല പൊന്നെ, രണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രിയതമയുടെ പേരെന്താ? പ്രവീണ. രഞ്ജു പ്രവീണ. കണ്ടല്ലോ അല്ലേ, എല്ലാരും കണ്ടല്ലോ അല്ലേ? ഇത് ഇത്തിരി പഴയ ഫോട്ടോ ആണ്, പണ്ട് പ്രേമിച്ചടന്നപ്പോ മേടിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയാണോ? അല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രേമിക്കുന്ന സമയത്ത് മേടിച്ചു വെച്ചത്. അതാണ്. എന്ത് ചെയ്യുന്നു രഞ്ജു ചേട്ടൻ? ഞാൻ സ്കൂളിലെ അധ്യാപകനാണ്. ഏത് വിഷയം? സയൻസ് ആണ്. അടിപൊളി. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് ലോട്ടറി എടുക്കാനുള്ള ആളെ കിട്ടി അല്ലേ? ഒരു നല്ല ഗൈഡ് കൊടുത്ത് രഞ്ജു ചേട്ടന്. ഒപ്പം നമ്മളൊരു സമ്മാനം തരുന്നുണ്ട്. ഭാര്യയുടെ ഫോട്ടോ പേഴ്സിൽ വെച്ച് നടന്നതിന് സമ്മാനത്തിന് മുമ്പ് ഇതിന്ന് ആദ്യത്തെ മത്സരാർത്ഥി ഐശ്വര്യമായിട്ട് എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നെ ഒരു ലോട്ടറി എടുത്ത് എന്റെ കയ്യിൽ തന്നു. അത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. അത് ആരാന്ന് നോക്കാം. അതിനു മുമ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ഭാര്യയുടെ 2 ഫോട്ടോ ഒക്കെ കൊണ്ടു നടക്കണ്ടേ രഞ്ജു ചേട്ടന് നമ്മളൊരു സമ്മാനം കൊടുക്കണ്ടേ? സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ ആദ്യത്തെ സമ്മാനം നമ്മൾ കൊടുക്കുന്നു. അപ്പോ ഇതാണ് സമ്മാനം. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടുക്കാച്ചി ഷർട്ടാണ്. ഈ ഷർട്ട് ചെത്തി വിളിങ്ങി നടക്കണം. കണ്ടോടി, നിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടന്നോണം കിട്ടിയ ഷർട്ടാ എന്നങ്ങോട്ട് പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഒരു നല്ല കൈ കൊടുത്തേ. അപ്പോ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി, ചെങ്കലിൽ മത്സരിക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥിയെ വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, വിളിക്കട്ടെ, ഒരു നല്ല കൈ കൊടുത്തേ. ശോഭ. എവിടെയാണ് ശോഭ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ മലയാളത്തിൻ മണിമുറ്റത്ത്. ശോഭയാണ് നമ്മുടെ ഇന്നത്തെ ചെങ്കലിലെ ആദ്യത്തെ മത്സരാർത്ഥി. നമസ്കാരം ശോഭ ചേച്ചി. നമസ്കാരം. ഓക്കെ, ശോഭയുടെ ഫുൾ നെയിം എന്താ? ശോഭ VS, ഡോക്ടർ ശോഭ VS. ഡോക്ടർ ശോഭ VS. ഈ ഡോക്ടർ വരാൻ കാരണം? മെഡിക്കൽ ഡോക്ടറാണ്, ഹോമിയോപ്പതിക് ഡോക്ടറാണ്. അത് ശരി, അടിപൊളി. ഈ VS ൽ ആരാ ഉള്ളത്? വത്സല സുരേഷ് ബാബു. വത്സല സുരേഷ് ബാബു എന്ന് പറയുന്നത് പാരന്റ്സ് ആണ്. അച്ഛന്റെ അമ്മയുടെയും പേര് കൂടെ ഇട്ടു. ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ? ഞാൻ അത് കിട്ടാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ചോദിച്ചോണ്ടിരുന്നത്. ബിനു ഉമ്മൻ. ബിനു ഉമ്മൻ. അത് ശരി. പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളി അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിൽ. അബുദാബിയിലാണ്. എന്ത് ചെയ്യുന്നു അവിടെ? ഒരു കമ്പനി വർക്ക്. അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് വീട്ടിലല്ലേ? ഹസ്ബൻഡ് വീട്ടിൽ, ഇപ്പൊ എന്റെ വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പൊ ശോഭ ചേച്ചി ഞാൻ വർക്ക് ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ. അത് ശരി. ഡോക്ടറായിട്ട് പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വേറെ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ അങ്ങനെയാണ് പോയി. അപ്പൊ ഇപ്പൊ ഡോക്ടർ പ്രാക്ടീസ് ഒന്നും ഇല്ല. കുറെ രോഗികൾ കഷ്ടപ്പെടുണ്ടാവല്ലോ, അത് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. ഹോമിയോപ്പതി അത് വലിയ റിസ്ക് അല്ലേ? മിഠായിനുള്ള കഴിച്ചാൽ മതിയില്ല സംഭവം അല്ലേ? എന്താ ഹോമിയോപ്പതി എടുക്കാനുള്ള കാരണം? ഹോമിയോപ്പതി എൻട്രൻസ് ചെയ്തപ്പോ ഹോമിയോപ്പതി കിട്ടി. അങ്ങനെ ഇതെല്ലാം കിട്ടിയുള്ളത് ഇവിടെ ഓരോരുത്തർ പഠിച്ചത് പാസ്സാവാൻ പാടുപെടുമ്പോ 2 ജോലി കിട്ടിയേക്കാണ്. അടിപൊളി. നല്ലൊരു ഗൈഡ് കൊടുത്തത്. എന്തായാലും നമ്മുടെ മത്സരാർത്ഥി ആദ്യത്തെ കിടിലൻ മത്സരാർത്ഥി തന്നെയാണ്. ആൾക്കുള്ള ആദ്യത്തെ മത്സരം നമുക്ക് ലോട്ടറി എടുത്ത് തീരുമാനിക്കണം ഏതാണ് ഗെയിം എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ഗെയിമിൽ ചെറിയ നിയമാവലികളുണ്ട്. എങ്ങനെയൊക്കെയാണ് മത്സരിക്കേണ്ടത്, എത്ര രൂപ എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത്. ആ നിയമങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അപ്പോൾ ശോഭ ചേച്ചിക്കുള്ള ആദ്യത്തെ ഗെയിം അത് ഏതാണ് എന്നുള്ളത് നമുക്ക് ഉടനെ തിരഞ്ഞെടുക്കണം. ലോട്ടറി എടുത്താണ് തീരുമാനിക്കുന്നത് ഏതാ ഗെയിം എന്നുള്ളത്. ആ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പർ ഉഷാറായിട്ട് പോവാണ്. ആദ്യത്തെ മത്സരത്തിൽ ശോഭ ചേച്ചി ഇവിടെ റെഡിയാണ്. ഇത് നമ്മുടെ പണപ്പെട്ടിയാണ്. ഇതിൽ ഇഷ്ടംപോലെ ക്യാഷ്. അത് വേണമെങ്കിൽ ഇതിലുള്ള പണികൾ ഏറ്റുവാങ്ങണം. അതുകൊണ്ട് തന്നെ ഈ പെട്ടിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് പണിപ്പെട്ടി. എങ്ങനെയാണ്? അതാണ് പണിപ്പെട്ടി. അപ്പൊ നോക്കി കണ്ടു എടുത്താലോ ആദ്യത്തെ ഗെയിം ഏതാണ്? റെഡി? അതിൽ നിന്ന് ഒരു ഗെയിം എടുത്ത് എനിക്ക് തന്നോളൂ. ആദ്യത്തെ ഗെയിം
തട്ടുംപുറത്ത് അച്ഛൻ എന്ന് കേട്ടിട്ടില്ലേ? പുതിയ സിനിമ. അതുപോലെ തന്നെ ഒരു പേരാണ് മച്ചും പുറത്തച്ഛൻ. ശോഭ ചേച്ചിക്കുള്ള ആദ്യത്തെ മത്സരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന സംഭവം, തട്ടുംപുറത്ത് മച്ചുംപുറത്ത് അച്ഛൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്ലാസ്റ്റിക് ബോൾ. കണ്ട മിഠായി പോലെ ഇരിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ഇതുപോലത്തെ ഒരു ചെറിയ മിഠായി ഇട്ടാറില്ലേ നമുക്ക് പല നിറത്തില്, ജെംസ് അല്ലേ? അതന്നെ. അപ്പോ ഇത് ഒന്ന്, ഇതിന്റെ മുകളിൽ മറ്റൊന്ന് ദാ ഇങ്ങനെ എന്നുള്ള രീതിയിൽ വേണം അടുക്കാനായിട്ട്. സെയിം കളറില്ല, വ്യത്യസ്ത കളറുകൾ വേണം. ഒരേ കളർ വരാൻ പാടില്ല. 2 മിനിറ്റിനുള്ളിൽ 10 എണ്ണം ഇവിടെ അതുപോലെ വരണം. 10 സെറ്റ്. റെഡി അല്ലേ? അപ്പോ ശോഭ ആദ്യത്തെ മത്സരത്തേക്ക് കിടക്കുമ്പോൾ പ്രിയപ്പെട്ട ചെങ്കൽ നാട്ടുകാരെ, നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ കൈയടിയാണ് ഇദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതാണ് സൂപ്പർ, അടിപൊളി. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്, അത് സമയം എടുത്തു വെച്ചാൽ മതി. ഒട്ടും 2 അടിപൊളി അടിപൊളി. 2 റെഡി ആയിട്ടുണ്ട്, 2 റെഡി ആയിട്ടുണ്ട്. കൈ വിറയ്ക്കൊന്നും വേണ്ട, കൈ വിറയ്ക്കൊന്നും വേണ്ട, അത് കിട്ടും, അതൊക്കെ കിട്ടും. 10 എണ്ണമാണ്. 3 എണ്ണം. 4ാമത്തെ സെറ്റ് ചെയ്യുമ്പോൾ 40 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിയുമ്പോൾ 4ാമത്തെയാണ് ആൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും. എല്ലാവരും നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, ഇതിന്റെ അപ്പുറത്തേക്ക് പോയി ഇത് തട്ടിടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ സൈഡിലോ പിറകിലോ ഒക്കെ വെക്കുന്നതാണ് ബുദ്ധി. 1 2 3 4 5 6 7 എണ്ണം കേട്ടോ. ഇനി 3 എണ്ണം കൂടി മതി. 3 എണ്ണം കൂടി മതി. 3 എണ്ണം തട്ടിയിടല്ലേട്ടോ. വളരെ ബുദ്ധിപരമായി നീക്കാം. ഇപ്പൊ 7 എണ്ണം ആയിട്ടുണ്ട്. 7 എണ്ണമായിട്ടുണ്ട്. ഓക്കെ, വെപ്രാളം ഒന്നും വേണ്ട. ഇത് നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണമായി, 9 എണ്ണമായി. ഇനി ഒരെണ്ണം മതി. എല്ലാം ഒന്നും വേണ്ട, ഒരെണ്ണം മതി. കൗണ്ട് ഡൗൺ ഉള്ള സമയമായിട്ടുണ്ട്. ലാസ്റ്റ് 1 ആണ് ആള് വെക്കുന്നത്. 10 9 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ട് നിൽക്കുന്ന നിപ്പ് കണ്ട. അപ്പോ 1000 രൂപ ആദ്യത്തെ സമ്മാനമാണ്. അത് ശോഭയ്ക്കാണ് കിട്ടുന്നത്. ഒരു നല്ല കൈ കൊടുത്തേ. ഈ സൈഡിൽ നിന്നൊരു പ്രോത്സാഹനമാണ്. വേണ്ടേ? ക്യാഷ് വേണ്ട, ക്യാഷ് കൊടുക്കാൻ ഇപ്പോൾ ആൾ ഓടിപ്പോടും. 1000 രൂപ കിട്ടിയിരിക്കുകയാണ് ശോഭയ്ക്ക്. നല്ലൊരു കൈ കൊടുത്തേ. ഇനി ശോഭ 2000-ന്റെ 2ാം റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാം. കൈയടിച്ച് പ്രോത്സാഹനം കുറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നാൽ നന്നാവും തോന്നുന്നു. ഒരു സമ്മാനം തരട്ടെ നിങ്ങൾക്ക്. റെഡി അല്ലേ? കുളങ്കര കളിക്കാൻ ഇഷ്ടമാണ്. കുളങ്കര ആണോ? അന്ന് മൈക്കൊന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ചു നോക്കട്ടെ. ഒന്ന് പോയി നോക്കട്ടെ. റെഡി? ഒരാൾ പെട്ടെന്ന് കൈവക്കി. ഈ ചേച്ചിയാ കൈവക്കിയത്. അച്ചു ഇന്ന് കയറി നോക്കട്ടെ. ആരാണ് പെട്ടെന്ന് മത്സരിക്കാനുള്ളതെന്ന് വെച്ചപ്പോ ഒരാൾ വിടുന്നുണ്ട്. ഇങ്ങനെ കൈയാക്കി. പക്ഷെ അത് ആദ്യം ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ മൈക്കും കൈപിടിച്ച് നിൽക്കുന്നത്. എന്താ പേര്? പരമേശ്വരി. അടിപൊളി, നല്ല അടിപൊളി പേരാണല്ലോ. ഓക്കെ, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ജോലി എന്ത് ചെയ്യുന്നുണ്ടോ? അതോ വീട്ടമ്മയാണോ? വീട്ടമ്മയാണ്. ഓക്കെ, അപ്പൊ ഗെയിം എന്ന് പറയുന്നത് കുളംകര എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കളിക്കാറുണ്ട് അല്ലെ? കുളം എന്ന് പറയുമ്പോൾ ചാടും, കര എന്ന് പറയുമ്പോൾ തിരിച്ചു ചാടും. ഇവിടെ ഇപ്പൊ ചാടാനുള്ള സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുളം എന്ന് ഞാൻ പറയുമ്പോൾ കുളത്തിലുള്ള ഏതെങ്കിലും ജീവിയുടെ പേര് പറയണം. കര എന്ന് ഞാൻ പറയുമ്പോൾ കരയിലുള്ള ഏതെങ്കിലും ജീവിയുടെ പേര് പറയണം. മാറിപ്പോവരുത് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ മത്സരം തുടങ്ങാൻ പോകുന്നു. കര, കുളം, കുളം, കര, കാക്ക ആകാശത്തിലല്ലേ? കരയിൽ വേറെ ജീവിയൊന്നും ഇല്ലേ? പാമ്പ്. ഓക്കെ, കുളം. മീന് പറഞ്ഞല്ലോ, അയല മീൻ. അത് പറ്റൂല. ഇനിയിപ്പോ അടുത്തത് ചാള, ഏരി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? മാത്രല്ല അയില കുളത്തിലുണ്ടാവില്ല. ചമ്മിപ്പോയി. അയില കുളത്തിലുണ്ടാവൂല. അത് കടൽ മീനാണ്. ഏതാണ്? ഐരയാക്കി.
വ്യത്യസ്തമായ ജീവികൾ പറയണം. റെഡി അല്ലേ? കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന എന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒന്നുകൂടി പോയി നോക്കിയാലോ? ഉഷാറായി. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? കുളം, ക്രോക്കോഡൈൽ, ക്രൊക്കഡൈലുള്ള കുളം ഏതടേ? മുതല 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 നിങ്ങളുടെ മലയാളത്തിൽ മുതലുണ്ടോ? സോറി, ഞാൻ തിരിച്ചെടുത്തു വിട്ടത്. വലിയ കുളം നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ തുടക്കം വലിയ കുളത്തിലൊക്കെ പോയിട്ട് ഇവിടേക്ക് വന്നത്. അവിടെ ക്രൊക്കഡൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുതല തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? മുതല മീനൊന്നും അല്ലല്ലോ. ഓക്കെ, അന്ന് വീണ്ടും ഗെയിം ആരംഭിക്കുന്നു. കര, ആന, കുളം, ആന. അതെ, ഈ ചേച്ചി സമ്മതിക്കുന്നില്ല. അപ്പൊ എരുമ. ഓക്കെ ഓക്കെ. കുളം, താറാവ്, കര, കാള, കുളം, നീർക്കോലി, കര, കര, കോഴി, കുളം, ഞണ്ട്, കര. അല്ല അല്ലയോ? അല്ലാന്ന് പട്ടി, പട്ടി, ആ ഓക്കെ. കുളം, കുടക്കോളി. ഇനി കുളങ്കര. രണ്ടിലുള്ളൊരു ജീവി. തവള, തവള, തവള രണ്ടിലും ഉണ്ട്. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ആള് ഒരു കണക്കിന് ആ മത്സരിക്കാൻ കാണിച്ചതിനും മത്സരിച്ചതിനും നമുക്കൊരു സമ്മാനം കൊടുക്കാം. അപ്പോ കുളം കര കളിച്ചിട്ട് പരമേശ്വരിക്ക് കിട്ടുകയാണ് ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോ ഇനി ശോഭയുടെ ഊഴമാണ്. നമ്മൾ 2000ന്റെ റൗണ്ടാണ്. 2000 എന്ന് പറയുന്നത് 2000 രൂപ കയ്യിൽ കിട്ടുന്നല്ല, 3000 രൂപ ഉറപ്പായും കിട്ടുന്ന തേർഡ് റൗണ്ടിലേക്കുള്ള എൻട്രി ഗെയിമാണിത്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് ഗെയിം എടുത്തോളൂ. ഈ കളിയുടെ പേര് നമ്മൾ കുട്ടിയും കോലും കളിക്കാറില്ലേ, അതിന്റെ ചെറിയൊരു മാറ്റമാണിത്. ഈ ഗെയിമിന്റെ പേര് കുട്ടിയും ബോളും എന്നാണ്. ശോഭ അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 100 സെക്കൻഡ് കൊണ്ട് മത്സരിക്കേണ്ട ഗെയിമാണ്. നമ്മുടെ സെക്കൻഡ് റൗണ്ടാണ്, 2000ന്റെ റൗണ്ട്. ശോഭ ചെയ്യേണ്ടത് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ കോലിങ്ങനെ നീളത്തിൽ പിടിക്കുക, ഒരു ബോൾ എടുക്കുക, എന്നിട്ട് നമ്മുടെ കൈയുടെ ഇവിടെ വെച്ച് ബാലൻസ് ചെയ്തിട്ട് ആ മറ്റേ കൈ യൂസ് ചെയ്യരുത്. ആ കൈ കൊണ്ട് തന്നെ ബോൾ ഇങ്ങനെ പൊക്കി എറിയുകയും അടിച്ച് ആ ബാസ്ക്കറ്റിൽ ഇടുകയും ചെയ്യണം. ബോൾ റെഡി അല്ലേ? എല്ലാവരും ഒന്ന് കൈയടിച്ച് നമുക്ക് ആ ഗെയിം കൊണ്ട് തുടങ്ങായിരുന്നു. ശോഭ തുടങ്ങിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളി. കിട്ടും കിട്ടും കിട്ടും. ആ വെക്കുക. ഇത് ആദ്യം ഇതവിടെ ബാലൻസ് ചെയ്ത് വെക്കി. എന്നിട്ട് പതുക്കെ മുകളിലേക്ക് പൊക്കിയിടും. എന്നിട്ട് അടിക്കും. കിട്ടും കിട്ടും. ആ ബോളിന് ടച്ച് ചെയ്യാൻ നോക്കിയത് കോൺഫിഡന്റ് ആയിട്ട് ചെയ്തേ കിട്ടും. അത് കിട്ടുമായിരിക്കും. ഒന്ന് നന്നായിട്ട് കൈയടിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത്. പണ്ട് കുട്ടിയും കോലും കളിക്കുന്ന പരിപാടിയൊക്കെ ഓർത്തേച്ചാ മതി. കുട്ടിയും കോലും കളിച്ചിട്ട് കോലായതുകൊണ്ട് പിന്നെ അടിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? അത് വീണേനെ ഒന്ന് മാറി വെക്കാൻ പാടി കൊണ്ട് അവസാനം അത് കൃത്യമായിട്ട് പോയില്ലല്ലോ. ഇനി അടുത്തെടുക്ക്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമ്മുടെ കയ്യിൽ ഇനി ഉള്ളൂ. ഒന്ന് കൈയടിച്ച് എല്ലാവരും ഒന്ന് കൈയടിച്ച്. 30 സെക്കൻഡ് ബാക്കി. ഞാൻ ഇപ്പൊ തന്നെ കൗണ്ട് ഡൗൺ നടത്തി രക്ഷപ്പെടുത്തിയേക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ഒരെണ്ണെങ്കിലും മര്യാദയ്ക്ക് വീഴ്ത്തണം. സൂപ്പർ. ഞാൻ രക്ഷപ്പെടുത്താൻ പോവാണ്. 10 9 8 7 6 5 4 3 2 1. ഈ മത്സരം അപ്പൊ സത്യത്തിൽ ഭയങ്കര ടഫായിരുന്നു എന്നാണ് ശോഭ ചേച്ചി പറഞ്ഞു വരുന്നത്, പറയാൻ പോകുന്നത്. എനിക്കറിയാം. ആണോ? ടഫായിരുന്നോ? എനിക്ക് ബാലൻസ് ഇല്ല, അതുകൊണ്ട്. ഇത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. ഈ കുട്ടിയും കോലം കളിച്ചിട്ടുണ്ടോ പണ്ട്? കുട്ടിയും കോലും കളിച്ചിട്ടുണ്ട്. ആണല്ലേ? ഈ കുട്ടിയും ബോളും ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അതൊരു ചെയ്ത്തായി പോയി എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും തോൽവിയൊന്നും കാര്യമാക്കണ്ട. ഇവിടെ വന്ന് മത്സരിക്കാൻ പറ്റിയതിൽ സന്തോഷം ഉണ്ടാവില്ലേ? എനിക്കറിയാം. മാത്രമല്ല 1000 രൂപ കിട്ടിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് തകർക്കാം. ഒരു നല്ല യാത്ര ഇപ്പോൾ കൊടുത്തേ ചേച്ചിക്ക്. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. അപ്പോ വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. കേരളം സൂപ്പർ ബമ്പറിൽ നമ്മുടെ ഗെയിംസ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥി തോറ്റു പിന്മാറി. കുഴപ്പമില്ല, നമുക്ക് ഇനിയും മത്സരാർത്ഥികൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രംഗം ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ നാട്ടുകാർ ഒരു പെർഫോമൻസിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കിടിലൻ പെർഫോമൻസ് ആയിരിക്കും. അത് കണ്ടിട്ട് വേഗം തിരിച്ചു വരാം. അമ്പു കൊണ്ടു കൊമ്പു പുതരണ വമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത
സ്നേഹപ്പഴങ്ക് കൊണ്ട് മാനത്തെ കോട്ടയ്ക്കിട്ടേ നിന്നെ ഞാൻ കൊണ്ടുപോകും. മിന്നൽ മേടിച്ചു നിന്ന മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടിവെക്കും. എന്ത് പറ്റി രമണ? തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. ഇവർക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴകും വണിച്ചേരും. അതൊരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇനി ഒട്ടും വൈകേണ്ട. പെർഫോമൻസ് ഒക്കെ കണ്ട് ക്ഷീണിച്ചുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്നു എ ബിഗ് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. നമ്മൾ അടുത്ത മത്സരാർത്ഥിയെ ക്ഷണിക്കാൻ പോവാണ് ഇങ്ങോട്ട്. അതിനും പതിവ് പോലെ ലോട്ട് എടുക്കണം. ലോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ടാലോ? ആരൊരു പാട്ട് പാടി ലോട്ട് എടുത്ത് തരാൻ ഒരാളാരാ? ആർഷ. ഒരു നല്ല കൈ എടുത്തേ ആർഷയ്ക്ക്. ആർഷ ഇങ്ങോട്ട് വന്നു. അപ്പോ ആർഷയാണ് ഇനി പാട്ട് പാടി ലോട്ട് എടുക്കാൻ പോകുന്നത്. ആർഷ എന്ത് ചെയ്യുന്നു? +2 പഠിക്കുന്നു. ആണോ? ഏതാ വിഷയം? ബയോളജി സയൻസ്. ബയോളജി സയൻസ്. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പപ്പ, ഞാൻ, അനിയത്തി, അമ്മമ്മ. അമ്പോ, അടിപൊളി. അപ്പോ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? സൂഡാന. ഓക്കെ, റെഡി? കേൾക്കാം. റെഡി അല്ലേ? ഒരു നല്ല എഴുതി കൊടുത്തേ. പാടിക്കോ. സൂഡാന മോഹിനി കൈ തീണ്ടാത മംഗനി. സൂഡാന മോഹിനി കൈ തീണ്ടാത മംഗനി. വരിയ മാപ്പിള വരിയ വരിയ മാമന വരിയ തൊട്ട് പൊട്ട് പോകാമ കട്ടിക്കിട്ട് പോകാൻ വരിയ മാപ്പിള വരിയ വരിയ മാമന വരിയ വരിയ മാപ്പിള വരിയ വരിയ മച്ചാനെ വരിയ. സൂഡാന മോഹിനി കൈ തീണ്ടാത മംഗനി. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പോ വളരെ വളരെ നന്ദിയുണ്ട്. പോകുന്നതിന് മുമ്പ് മറ്റൊരു കർത്തവ്യം കൂടി നമ്മൾ ഏൽപ്പിച്ചിരുന്നു. ലോട്ട് എടുക്കണം. പാട്ടുപടി ഉടനെ ലോട്ട് എടുക്കണം. ഒരു ലോട്ട് എടുത്ത് തന്നെ ആരാണ് അടുത്ത മത്സരാർത്ഥി നോക്കട്ടെ. ഒരു നല്ല കൈകൂടി കൊടുത്തേ നമ്മുടെ കൂട്ടുകാരിക്ക്. ഓക്കെ, അപ്പൊ ടാറ്റ. അടുത്തതായി മത്സരിക്കാൻ വരുന്നത് ബിന്ദുന. അപ്പോ ഇതാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി. ഞാൻ വിളിച്ചത് ബിന്ദുന എന്നാണ്, പക്ഷെ അതല്ലെന്ന് തോന്നുന്നു. വേറെ ഏതോ പേര് ഇവിടെ പറയേണ്ടത്. കറക്റ്റ് പേര് പറഞ്ഞു. ബിഥുന. ഇന്ദു ഇല്ല, ബിഥുന. ബിഥുന. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ +2. ഓക്കെ, ഈ ഏരിയയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ആണോ? ഇത് കൂടെ പഠിക്കുന്നവരാണോ? വീടിനടുത്തുള്ളവരാണോ? വീടിന്റെ അടുത്ത് കൂടെ പഠിക്കുന്നു. എല്ലാം ഉണ്ട്. ഓക്കെ, ഒരു നല്ല ഗൈഡ്. കൂട്ടുകാരിക്ക് ഇഷ്ടംപോലെ ക്യാഷ് കിട്ടാൻ പ്രാർത്ഥിച്ചോ. നാളെ ഇഷ്ടംപോലെ പുട്ടിക്കടലേ വാങ്ങി തിന്നാം. ഓക്കെ, ഏതാ വിഷയം? സയൻസ് തന്നെയാണ്. ബയോളജി സയൻസ്. നേരത്തെ വന്ന ആളും അതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പപ്പ ഗൾഫില്, ചേട്ടൻ, അമ്മാമ, അപ്പാപ്പൻ. ഓക്കെ, ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ചേട്ടൻ ഒന്നും ചെയ്തില്ല, ദോ നിൽക്കുന്നു പറഞ്ഞു. ചേട്ടൻ ഒന്ന് കൈവക്കി. ചേട്ടന്റെ പേരെന്താ? ബിഥുൻ. ഈ വക പേരേ ഇടുള്ളൂ. ബിഥുന. അടുത്തത് ബിഥുൻ. ആ, അത് ബിഥുൻ, ഇത് മിഥുൻ. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇനി വൈകിക്കണ്ട, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ബിഥുനയ്ക്ക് ആദ്യത്തെ ഗെയിം ഏതാണെന്നുള്ളത് നമുക്ക് ലോട്ട് എടുത്ത് തീരുമാനിക്കാം. ബിഥുനയ്ക്കുള്ള പണപ്പെട്ടിയും പണിപ്പെട്ടിയും എത്തിക്കഴിഞ്ഞു. നമുക്ക് ആദ്യം പണിയെടുക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഏതാണ് ഗെയിം എന്നുള്ളത് നോക്കാം. നല്ലൊരു ഗെയിം തന്നെ ആയിരിക്കും. 1 2 ബന്ധം അക്കടെ ഇക്കടെ പക്കട എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആള്. കിട്ടി വന്നിട്ട്. ഇതിനയുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ചരട് വഴി ആണ്.
ഗെയിം പറഞ്ഞുതരാം. നമ്മളൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് 2 കയറുകൾ ഇങ്ങനെ കറക്റ്റ് വലിച്ചു പിടിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വലിച്ചു പിടിക്കേണ്ടത് ബിദുനെയാണ്. ബിദുനയ്ക്ക് ഒരു ഫ്രണ്ടിനെ കൂടി വിളിക്കാം ഇത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. Boy or girl? എങ്ങനെ അതൊക്കെ ഇഷ്ടം. ഈ ഗെയിം കേട്ടിട്ട് തീരുമാനിച്ചോ. വലിച്ചു പിടിക്കണം, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം ബിദുന. ഈ വരുന്ന ഫ്രണ്ട് ബോയ് ആയാലും ഗേൾ ആയാലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളുകൾ വെച്ചിട്ടുണ്ടാവും. ഈ ബോളുകൾ ഈ ചരടിന്റെ മുകളിൽ വെച്ച് തരും. ആ ചരട് വഴി ഉരുട്ടി വിട്ടിട്ട് അത് ആ ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തണം. മോനെ മനസ്സിൽ കിളി പോയി എന്ന് പറയുന്ന അവസ്ഥയിലാണ് ബിദുന നിൽക്കുന്നത്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും വിളിച്ചോ. ഈ ബോളിന്റെ ഗെയിം ആയതുകൊണ്ട് ബാലൻസ് ചെയ്ത് അയക്കാൻ പറ്റുന്ന ഒരാളെ വേണമെങ്കിൽ വിളിച്ചോ. ആൺകുട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല, താങ്കളുടെ ഇഷ്ടം. ഓക്കെ, ചേട്ടനെ തന്നെ വിളിക്കാം. അത് പൊളിച്ചു. ചേട്ടനോട് ഒരു പണി ഇല്ലാണ്ട് നിൽക്കാണെന്നല്ല പറയാം. ആ ചേട്ടനെ ഇങ്ങനെ കടത്തിയോട്ടെ. അനീറ്റിയും ചേട്ടനൂടെ ഗെയിമിന് റെഡിയാണ്. നമ്മുടെ ചരട് വഴിക്കുള്ള ഗെയിം റെഡിയാണ്. 15 ബോളുകൾ ഈ ബാസ്ക്കറ്റിൽ എത്തണം. റെഡി അല്ലേ? അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു നല്ല കൈഡി കൊടുത്തേ. അവരെ ഉഷാറാക്കി. അവര് ഗംഭീരമായിട്ട് മത്സരിച്ചോണ്ടിരിക്കാം. ഒരെണ്ണം വെച്ചാൽ മതി. അവർ വീട്ടെ 1. അത് ഇവിടെ പോയി നോക്കി വെച്ചു. അതാണ് വീണണ്ട. 2. അടിപൊളി അടിപൊളി. പോരട്ടെ. നമ്മളത് അങ്ങനെ തന്നെ പിടിച്ചു കൊടുത്താൽ മതി. 3. സൂപ്പർ അടിപൊളി. 4. 4 അവിടെ എത്തിയിട്ടുണ്ട്. 5. ഇനി 10 കൂടി മതി. 10 കൂടി. അത് അപ്പുറത്തേക്ക് പോയി. അവിടെ എത്തുമ്പോ പതുക്കെ ഒന്ന് അകത്തി കൊടുക്കണം. അവിടെ എത്തുമ്പോ പതുക്കെ അകത്തി കൊടുക്കും. അതിന് മുമ്പ് അകത്തി. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 എത്തിയിട്ടുണ്ട്. 6 7 8 9. അയ്യോ 9 എണ്ണം. 50 സെക്കൻഡ് ആയിട്ട് 50 സെക്കൻഡ് ആയിട്ട് സമയമുണ്ട്. 10. സൂപ്പർ. ഇനി 5 എണ്ണം മതി കേട്ടോ. 5 എണ്ണം മതി. 11 12 13 14 ഓക്കെ 15 മതി. 15 അതറിയാതെ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ആഘോഷ തിമർപ്പിലാണ്. ഇവർക്ക് കിട്ടുന്നു 1000 രൂപ. 1000 രൂപ സ്വന്തമാക്കിക്കൊണ്ട് നിൽക്കുന്നു ബിദുന. പകുതി ചേട്ടന് കൊടുക്കോ? ആദ്യം ചേട്ടൻ എന്താ ചെയ്യണത്? ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നു. ഇപ്പൊ എന്തായി? ചേട്ടൻ ഉള്ളായിരുന്നല്ലോ നടന്നത്. താങ്ക് യു ചേട്ടാന്ന് പറഞ്ഞേ. അയ്യോ അപ്പോഴും ചേട്ടനില്ല. എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് ഓർമ്മ ഉണ്ട്. നീ നൈസായിട്ടൊന്ന് ചേട്ടാന്ന് വിളിച്ചേ. ആ ലൈനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിലെന്താ വിളിക്കാറ് പുള്ളിനെ? ചേട്ടാന്ന് വിളിക്കാറുണ്ടോ? ആണോ? അതോ ബിദുനെന്നാണോ വിളിക്കാറുള്ളൂ? ഓക്കെ. തിരിച്ചിങ്ങോട്ട് എന്താണോ വിളിക്കാറ്? എന്താ വിളിക്കാറ്? പെറ്റ് നെയിം വല്ലതും ഉണ്ടോ? എന്താണ്? കുഞ്ചുവാണ്. കുഞ്ചു. അപ്പൊ കുഞ്ചുവിന് 1000 രൂപ കൊടുക്കട്ടെ. കുഞ്ചുവിന്റെ ആദ്യത്തെ 1000 രൂപ നമ്മൾ കൊടുക്കുന്നു. ഒരു നല്ല കൈ കൊടുത്തേ. ഓക്കെ. അപ്പോ ഇവിടെ 1000 രൂപ കൊടുത്ത സ്ഥിതിക്ക് ഇനി കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. മിമിക്രി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ വെക്കോ. 1. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മിമിക്രി മത്സരം നടത്തായിരുന്നു. ആരാത്? അവിടെ ഉണ്ട്. ഒന്ന് വന്നേ കൂട്ടുകാരാ. മിമിക്രി കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വേദിയിൽ രംഗത്ത് ആദ്യം ആരാണ്? പേരെന്താ? എന്റെ ശബ്ദം അതിനു മുമ്പ് സ്വന്തം പേര് പറയുന്നത് നന്നായിരിക്കും. എന്റെ പേര് ബിജു ആണ് ആദ്യത്തെ മത്സരാർത്ഥി. രണ്ടാമത്തെ ആളുടെ പേരെങ്ങനെയാ? എന്റെ ഒരു ഷാലു എന്നാണ്. ഷാലുവും ബിജു ആണ്. ആരാ ആദ്യം സൗണ്ട് എടുക്കുന്നത്? ബിജു ചെയ്തോളാം എന്ന് പറഞ്ഞു. ബിജു ആദ്യം ആരുടെ സൗണ്ട് എടുക്കുന്നത്? ഷമ്മി തിലകനാണ് വേദിയിലേക്ക് കടന്നു വരുന്നത്. തുടങ്ങിക്കോ. നീല ഒരു കാറ് കത്തി എനിക്ക് പോല, പകരം നിന്റെ ഈ സാമ്രാജ്യം കത്തിച്ചു മുന്നിട്ടുള്ള പറ്റില്ല സഗീർ ബായ്. എന്താ പറ്റുമോ? ഊട്ടി കൊടുക്കാൻ പറ്റുമോ സഗീർ ബായ്ക്ക്? പറ്റില്ല ബായ്, ബട്ട് ഐ ക്യാൻ. ഊട്ടി കൊടുക്കാം, കുതികാല് വിട്ടാം ഈ സൂര്യന്റെ ചുവട്ടില് എന്ന് നെറിയേണ്ടവനുമാകും ബലരാമനെ. ഒരു നല്ല അടുത്ത ആളെ എടുത്തോ. ജനാർദ്ദനൻ. ഓക്കെ, എല്ലാം മറ്റേ ബേസിലേക്കാണല്ലോ ദൈവം പോണത്. ജനാർദ്ദനൻ. ഓ തങ്കപ്പനല്ലടാ നീ പൊന്നപ്പനാ. നിന്റെ കാലല്ലടാ അവന്റെ കാല് തല്ലി ഒളിക്കലാ. എൽദോ നിന്നെ സിനിമയിൽ എടുത്തലാ. വീണ്ടും ബിജുവിലേക്ക് എത്തുന്നു. ബിജു സൗണ്ട് എടുക്കാൻ പോകുന്നു. ബാഹുബലിയുടെ തമിഴ് ചെറിയ. ബാഹുബലിയുടെ തമിഴ്. ഓക്കെ,
അമരേന്ദ്ര ബാഹുബലിയാകിയ ഞാൻ മഹിഴ്മതി ராஜ்யத்தின் மக்களின் உயிர் நிலம் பொருள் மானம் ஜீவன் காப்பேன் என்று மாதா சிவகாமி முன்பாக கட்டளையே சாசனம் ஏறின்ற பாகுபலிக்காக பயப்படுகிறீரா நீரின் பக்கம் இருக்கும் வரை என்னை கொல்லுமான் மகன் என்று பிறக்கவில்லை மாமா ഓ സൂപ്പർ. ഇനി വീണ്ടും ശാലുവിലേക്ക്. SNDP സെക്രട്ടറി വെള്ളപ്പള്ളി നടേശൻ ഓ, അടിപൊളി. ആ, പോരട്ടെ. ഞാനും ചങ്ങനാശ്ശേരി ബോർഡും കൂടെ ഓക്കെ, ബിജുവിന്റെ കയ്യിൽ നിന്ന് ഒരു വെടിക്ക് കൂടി ഉണ്ട്. ഒരാളുകൂടി ആവാം. ആ, റെഡി. വിനായകൻ. ഇപ്പൊ എവിടെ ചെന്നാലും കിട്ടുന്നു വിനായകനാണ്. അടുത്ത വിനായകൻ. ഒരു നല്ല കൈ കൊടുത്തേ. ആശാന് അവരുടെ മുട്ടൻ ടീമാണ് ആശാന്. അവര് നമ്മളെ എടുക്കൊണ്ടിടത്തോന്നാണ്. അവര് ചെങ്കല്ലുള്ള പൈലാണ്. സൂപ്പർ ബമ്പർ എന്ന പരിപാടി ഇവിടെ നടക്കാണ് ആശാന. ചെങ്കല്ല് അവര് മുട്ടൻ ടീമാണ് ആശാന. ചെങ്കല്ലുള്ള പൈലുണ്ടല്ലോ അവർ നമ്മളെ എടുക്കാൻ നടത്തോന്നാണ്. അടിപൊളി. ശാലുവിലേക്ക് പോ. ശാലു ആരെടുക്കുന്നത്? ആണ് പ്രകാശ് രാജ്. ട്രൈയിങ് ആണ് ആള്. ശ്രമിക്കുന്നു ആദ്യമായിട്ട് പ്രകാശ് രാജ്. പോരട്ടെ. ചല്ലോ அப்படி நீ பேசக்கூடாது. தப்பு. எம்ஜிஆர் பார்த்திருக்க, சிவாஜி பார்த்திருக்க, ரஜினி பார்த்திருக்க. இதொന്നും பேசக்கூடாது. தப்பு தப்பு தப்பு. ചല്ലോ ഐ ലവ് യുടാ. അടിപൊളിയായിരുന്നല്ലേ? കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. ആർക്ക് സമ്മാനം കൊടുക്കും? ആർക്കാ കൊടുക്കണം? നിങ്ങൾ പറഞ്ഞേ. രണ്ടുപേർക്കും കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേർക്കും കൊടുത്താലോ? റെഡിയല്ലേ? അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ ഇങ്ങനെയാണ് വാരിക്കോരി സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ആദ്യം ബിജുവിനുള്ള സമ്മാനം കൊടുക്കാം. ബിജുവിന് കിട്ടുന്നു കാരവാൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു കിടക്കാച്ചി സമ്മാനം. അടുത്തത് ഷാലുവാണ്. ഷാലുവിന് കിട്ടുന്നു ക്വാൻലി നൽകുന്ന അടിപൊളി മറ്റൊരു സമ്മാനം. ഓക്കെ, അപ്പോ ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് ഒരിക്കൽ കൂടി ഇവർക്ക് അല്ലേ? നല്ലൊരു ഗൈഡ് കൊടുത്തേ. താങ്ക് യു. കാണാം. കലാപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി കായികപരമായ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. എന്താണ് അടുത്ത മത്സരം നോക്കാം. നമ്മുടെ ബിദുന ഇവിടെ റെഡിയാണ്. ബിദുന അതിൽ നിന്ന് ഏതാണ് മത്സരം എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോ. ഇത് ശരിക്കും കുരുക്കാവുന്ന ഒരു ഗെയിമാണ്. കഴുത്തെ കുരുക്കാം എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വളയുമല്ലേ, അത് നമ്മൾ സൈക്കിൾ ടയറൊക്കെ ഉരുട്ടി വിടുന്നല്ലോ, ഇവിടുന്ന് ഉരുട്ടി വിടാൻ തരും. അപ്പം ബിദുന തന്നെ ഇവിടെ നിന്ന് അത് ഉരുട്ടി വിടുക. നമ്മൾ അവിടെ ഒരു ലൈൻ വെച്ചിട്ടുണ്ടാവും. ആ ലൈനിന്റെ അവിടെ ചെന്നിട്ട് അത് കഴുത്തിലേക്ക് കുരുക്കിയെടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ട് അടുത്ത വീണ്ടും അവിടെ വരും. ഇതാണ് പരിപാടി. റെഡി? എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. നല്ല പണിയല്ലേ കിട്ടിയിരിക്കുന്നത്. അതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ബിദുനയുടെ അടുത്ത റൗണ്ട് മത്സരം കഴുത്തെ കുരുക്കാം. ബിദുന രണ്ടാം റൗണ്ട് മത്സരിക്കാൻ പോകുന്നു. 100 സെക്കൻഡ് കൊണ്ടുള്ള ഒരു മത്സരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉരുട്ടി വിടുന്നു. ആ വരയ്ക്ക് അപ്പുറം വെച്ച് അത് കഴുത്തിലേക്ക് കോർക്കുന്നു. ഇവിടെ വന്ന് കൂട്ടുകാരത്തിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു കൈ ഉപയോഗിക്കാതെ. ഓക്കെ, 100 സെക്കൻഡ് കൊണ്ട് ഇത് 9 എണ്ണം ഉണ്ട്. 9 എണ്ണം ആ കഴുത്തിലെത്തണം. കൂട്ടുകാരത്തിയുടെ പേര് ജിൻസി എന്നല്ലേ? അപ്പൊ ജിൻസിയും ബിദുനയും ചേർന്ന് മത്സരം തുടങ്ങാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈ കൊടുത്തേ. അടിപൊളി. ഇട്ടോ, കഴുത്തിലേക്ക് ഇട്ടോ. വീണില്ല. ഓടി ഇവിടെ വാ. ഇത് ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കും. കാരണം 9 എണ്ണം വേണമല്ലോ. ആഹാ, എങ്ങനെയാലും കൊള്ളില്ലോ. അവിടെ കിടക്കട്ടെ. പോരട്ടെ പോരട്ടെ. കഴുത്തിലേക്ക് ഇടൂ കുട്ടി, കഴുത്തിലേക്ക് ഇടൂ. കിട്ടും. നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചേ. നന്നായിട്ട് സൂപ്പർ സൂപ്പർ. ഇനി ഇവിടെ കൊണ്ടുവന്ന് അടിപൊളി. ലൈൻ കടന്ന് അപ്പുറത്ത് പോണോട്ടോ. അതിന് മുമ്പ് ഇത് കഴുത്തിൽ കോർക്കാതിരിക്കാൻ ശ്രമിക്കുക. ലൈൻ കടന്ന് അപ്പുറത്ത് പോയിട്ട് അതിനിട്ടോ. രണ്ട്. അടിപൊളി. 40 സെക്കൻഡ് കഴിഞ്ഞു. രണ്ടാളും കൂടി അവിടെ വീഴോ? ഇല്ല. കുറച്ചും കൂടി സ്പീഡ് ആക്കേണ്ടി വരും. കൈ പിടിക്കരുതിട്ട് രണ്ടുപേരും. തട്ടിയിട്ടു. അടിപൊളി. ഓടിവാ. 2 എണ്ണമാണ് നമ്മൾ ഇതുവരെ ടാസ്ക് എത്തിച്ചിരിക്കുന്നത്. 2 എണ്ണം. അവിടെ 40 സെക്കൻഡ് ബാക്കി. 40 സെക്കൻഡ് ബാക്കി. അവരുടെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയ കാര്യമുള്ളൂ കേട്ടോ. 3 എണ്ണം എത്തിയിട്ടുണ്ട്. 3 എണ്ണം. തട്ടി വീഴോ രണ്ടാളും. മുട്ടനാട് ഇടികൂടുന്നവരുണ്ട്. ഓക്കെ, അടുത്തത്. പോട്ടെ. അടിപൊളി. 4 സെറ്റ് ആയിട്ടുണ്ട്. 20 സെക്കൻഡാണ് ഇനി ഇവരുടെ മുമ്പിലുള്ളത്. നല്ലൊരു പേടി. പോട്ടെ. മൊത്തം 4 എണ്ണമാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 4 എണ്ണം അതവിടെ ഇട്ടു. 4 എണ്ണമാണ് ഉള്ളത്. 4 എണ്ണം. ഓക്കെ, 5 എണ്ണം എത്തി. ഇനി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. 5 എണ്ണമാണ് എത്തിച്ചിട്ടുള്ളൂ.
റെഡി അല്ലേ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഹോർലിക്സ് കലക്കി എടുക്കട്ടെ. ഇതിനൊക്കെ ഒരു ഗ്ലാസ് അവസ്ഥയിലായോ? സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ആള് കിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹലോ പറഞ്ഞു വെറുതെ. ഹലോ. ഹലോ അവസ്ഥയായി. പക്ഷെ ആള് ഗംഭീരമായിട്ട് മത്സരിച്ചു. ഒരു നല്ല കൈ വെറുതെ. ഒപ്പം സൂപ്പർ ബമ്പറിന്റെ വക എത്ര രൂപ കിട്ടി? 1000 രൂപ. അപ്പോ എന്തായാലും ഭാവി ജീവിതത്തിലേക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാം ഉഷാറാവട്ടെ. അപ്പോ ഇന്ന് ചെങ്കലായിരുന്നു, ഇവിടെ ഉത്സവമായിരുന്നു. നമ്മൾ ഇവിടെയും ഉത്സവമാക്കി. സി കേരളം സൂപ്പർ ബമ്പർ ഉത്സവമായി ഇല്ലേ? ആഘോഷമായില്ലേ? പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കവിത ചൊല്ലാൻ റെഡി ആയിട്ട് വെക്കട്ടെ. നമുക്കൊരു കുറച്ച് പേര് കവിതയോട് കേട്ടാലോ? റെഡി അല്ലേ? ഓക്കെ, ഇദ്ദേഹമാണ് നമുക്ക് കവിത ചൊല്ലിത്തരാൻ പോകുന്നത്. എന്താ പേര് ചെയ്യണ്ടേ? എന്റെ പേര് വിക്ടർ സേവിയർ. വിക്ടർ എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനാണ്. കവിത സ്വന്തമായിട്ട് എഴുതുന്നതിനാണോ? സ്വന്തം കവിതയാണ്. അപ്പൊ കേൾക്കാൻ കുറച്ചും കൂടി സന്തോഷമുണ്ട്. പോരട്ടെ. മണ്ണറയിലാഴത്തിൻ കൺമറയിൽ മണ്ണടിഞ്ഞ സ്മരണതൻ പച്ചിലക്കറി വിളമ്പും പച്ചയാം പ്ലാവില ചന്തമൻ കൂട്ടുകാരി. കല്ലടുപ്പിൽ ചിരട്ടയിൽ മണ്ണരിക്കഞ്ഞി വേഗാനടുപ്പത്തു തൂകാൻ കൊതിക്കവേ പാകാതെ പോകാനൊരുങ്ങി തിടുക്കത്തിൽ പിൻവിളി പിണങ്ങി കൂട്ടിനിരക്കും കുട്ടി ഞാനിന്നുമേ. പിഞ്ചു പിണക്കങ്ങൾ നിൻ പിന്നിയ വാർമുടി തുമ്പിൽ കുരുങ്ങുമെൻ കുസൃതികൾ. പിഞ്ചു പിണക്കങ്ങൾ നിൻ പിന്നിയ വാർമുടി തുമ്പിൽ കുരുങ്ങുമെൻ കുസൃതികൾ. നൊന്തുവോ പിണങ്ങിയോ പുഞ്ചിരി ചുണ്ടിൽ തിളയ്ക്കുന്നൊരിന്ദ്രിയം പാറിച്ച പീലികൾ തൂവാനത്തുമ്പികൾ. നല്ലൊരു കൈ കൊടുത്തേ. ഒരു ഗംഭീര കവിത കൂടി കേട്ടുകൊണ്ട് ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇതുപോലെ കളികളും പാട്ടും ഡാൻസും മിമിക്രിയും ഒക്കെ ആയിട്ട് നമ്മൾ നാളെ കണ്ടുമുട്ടുന്നതായിരിക്കും. തൽക്കാലം ഞാൻ പറയുന്നു ഗുഡ് ബൈ.